വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു പൈനാപ്പിൾ പച്ചടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. സദ്യക്കൊക്കെ എടുക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പച്ചടിയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഒരു ചട്ടിയിലേക്ക് ഞാനൊരു 1/4 കപ്പ് പൈനാപ്പിൾ ചേർക്കുന്നുണ്ട്. കൂടാതെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഒരു 1/2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് ഇതിനൊന്ന് കുറച്ച് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്കിതിനൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിന് നമുക്കൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്ക് പൈനാപ്പിളെല്ലാം വെന്ത് വരുന്ന ഒരു 10 മിനിറ്റ് നമുക്കിതിനെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. പൈനാപ്പിൾ ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് വേണ്ട അരപ്പ് ചേർക്കാം. ഞാൻ അരപ്പിനായിട്ട് നമുക്ക് 1 കപ്പ് തേങ്ങ ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് തേങ്ങയിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി ചേർത്ത് ഇതിനൊന്ന് നന്നായിട്ട് നമ്മൾ പേസ്റ്റ് രൂപത്തിലൊന്ന് നമുക്ക് അരച്ചെടുക്കാം. ഈ സമയത്ത് നമ്മളിതിനെ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നേരത്തെ അരച്ച തേങ്ങയും ജീരകവും അതുപോലെ തന്നെ കടുകും ചേർത്ത മിക്സ് നമുക്കിതിലേക്ക് ചേർത്ത് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് വെള്ളം വറ്റുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് കുറുങ്ങിയതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വെള്ളം ഒന്ന് വറ്റുന്ന അവസ്ഥയിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് കുറുക്കിയും കൂടി എടുക്കാം നമുക്കിതിനെ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു പൈനാപ്പിൾ പച്ചടിയാണത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ചാനൽ കണ്ട് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇതൊന്ന് കുറുകി വരട്ടെ നന്നായിട്ട് ഇതിനെ. ഞാനിതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തിടുന്നുണ്ട്, നടുക കട്ട് ചെയ്തിടുന്നുണ്ട്. നിങ്ങൾക്കിത് പച്ചമുളക് വേണമെങ്കിൽ തേങ്ങയുടെ കൂടെ അരച്ച് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ഈ സമയത്ത് നമുക്കിതിലേക്ക് നല്ല കട്ടിയുള്ള തൈര്, അതിൻ്റെ ഇതെല്ലാം ഉടച്ച് നമുക്ക് ഈ തൈര് ഇതിലേക്ക് ചേർക്കാം. ഞാൻ ഏകദേശം 1 കപ്പ് തൈരാണ് ഞാനിതിലേക്ക് ചേർക്കുന്നത്. ഈ സമയത്ത് നിങ്ങൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണം ചേർക്കാം. എസ്പെഷ്യലി ചട്ടിയിലൊക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചട്ടിക്ക് എപ്പോഴും ഒരു ചൂടുണ്ട്. അപ്പോൾ ഒന്ന് ഓഫ് ചെയ്ത് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. അപ്പോൾ വളരെ ടേസ്റ്റ് ആയിട്ടുള്ളൊരു പൈനാപ്പിൾ പച്ചടിയാണ്. ഇതൊന്ന് മിക്സ് ആയതിനു ശേഷം നമുക്കിതിലേക്കുള്ള താളിപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു പൈനാപ്പിൾ പച്ചടി റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കണമെങ്കിൽ നോക്കാം. നേരത്തെ നമ്മൾ പൈനാപ്പിൾ വേവിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ചിട്ട് വേണം നിങ്ങൾ വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാരയോ അല്ലെങ്കിൽ ശർക്കരയോ ചേർക്കാം. ശർക്കര ചേർക്കുകയാണെങ്കിൽ നിങ്ങൾ ആദ്യമേ ചേർക്കണം. അതല്ല പഞ്ചസാരയാണ് ചേർക്കുന്നതെങ്കിൽ അത് ഈ ഒരു സമയത്ത് ഒരു ടീസ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്താൽ മതി. പക്ഷേ ഞാൻ ചേർക്കുന്നില്ല, കാരണം ഞാൻ എടുത്ത പൈനാപ്പിൾ നല്ല മധുരം ആയതുകൊണ്ട് ഞാനത് ചേർക്കുന്നില്ല. ഇനി നമുക്കിതിലേക്കുള്ള താളിപ്പും കൂടി ചേർത്ത് എടുക്കാം. ഒരു ചെറിയ പാൻ ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ കടുക് ഇട്ടിട്ടുണ്ട്. ഒരു മിനിറ്റ്, അത് കുറച്ച് കരിവേപ്പില ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ വറ്റൽ മുളക് ഞാനൊരു 2 എണ്ണം ചെറുതായി കട്ട് ചെയ്തിട്ടിടുന്നുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്കിതിനൊന്ന് ചൂടാക്കി നമുക്കിതിൽ ചെയ്തെടുക്കാം, ഒന്ന് താളിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് ചൂടാവുന്നവരെ വെയിറ്റ് ചെയ്യാം. ഇതിലേക്ക് നമ്മുടെ ഈ താളിപ്പ് ചേർക്കാം. നമുക്കിതിലേക്ക് ഇനി താളിപ്പ് ചേർക്കാം. ഈ താളിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മളൊരു 15-20 മിനിറ്റെങ്കിലും നമ്മളിതിനെ ഒന്ന് അടച്ച് വെക്കണം. അപ്പോഴേ നമുക്കിതിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കറക്റ്റ് കിട്ടുള്ളൂ. ഒന്ന് വെച്ച് നമുക്കിതിനൊരു 15 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അപ്പോൾ വളരെ ടേസ്റ്റ് ആയുള്ളൊരു പൈനാപ്പിൾ പച്ചടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യാം.